പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവന്മാരെങ്ങാണോ ഓവർടേക്ക് ചെയ്ത് കേറിയാൽ താൻ എന്റെ കൈ മേടിക്കും. സാർ എന്ത് വർത്തമാനമൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. വണ്ടി വിട്. ദേ, ഒരു കാരണവശാലും ഈ കാർ ആ കാറിന് പുറകിലാവാൻ പാടില്ല. അക്കാര്യത്തിൽ സാറ് പേടിക്കണ്ട. എന്നാ വിട്ടോ. ഞാൻ ബാലകൃഷ്ണക്കുറുപ്പിന്റെ മകനാണെങ്കിൽ ഞാൻ വെറുതെ വിടില്ല. ഞാനും ബാലകൃഷ്ണക്കുറുപ്പിന്റെ മകൻ തന്നെയാണ്. ഞാൻ മുല്ലേത്ത മാധവൻകുട്ടിയാണെങ്കിൽ ഇതിന് പകരം ചോദിക്കും. ഞാൻ മുന്നേറ്റ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ ഇതിന് പകരം ചോദിക്കും. എന്താ പ്രശ്നം? ഇതാണ് പ്രശ്നം. നോൺസെൻസ്. ഇതെന്താ കാലത്തന്നെയാണോ? സാർ ഇവനെ പിടിച്ച് പുറത്താക്കണം സാർ, ഇവനെ പിടിച്ച് പുറത്താക്കണം സാർ. മനസ്സിലായി. അച്ചടക്കത്തോടെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനമാണിത്. നിങ്ങളെ പോലുള്ളവരെ ഇവിടെ വെച്ചു ഓർപ്പിക്കാൻ പറ്റില്ല. സാർ Get out. Both of you get out. അവരോട് ഔദാര്യമില്ലാതെ ഈ കല്യാണം നടത്താൻ വേറെ വഴിയൊന്നുമില്ലേ? ഉണ്ട്, വഴിയുണ്ട്. ഇണ്ടടി, ഇണ്ടടാ. എന്താ നീ ആ നോട്ടടിക്കുന്ന മെഷീൻ എടുത്തേ, നിനക്ക് കുറച്ച് നോട്ടം അടി. അച്ഛന് പറ്റൂല്ലെങ്കിൽ പറ. എന്റെ പെങ്ങളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. എനിക്ക് പറ്റില്ല. നീ അങ്ങനെ നടത്ത്. അതിപ്പോ നടത്താൻ ഒരു ആവശ്യത്തെ അങ്ങനെ പറഞ്ഞു പോയെന്ന് വെച്ച് ഇനിയിപ്പോ അതിനെ പിടിച്ച് കയറിക്കോ. മര്യാദയ്ക്ക് ഒരു ജോലി സമ്പാദിച്ചു കൊടുത്തിട്ട് അത് കൊണ്ടെടുക്കാൻ പറ്റാത്തവനാ അവന്റെ അമ്മേനെ കടിക്കാൻ പോകും. അതിനിപ്പോ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇല്ല, ഒക്കെ എന്റെ കുറ്റ. എനിക്കിത് കിട്ടണം. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. എന്റെ മണിയുണ്ട, ഒന്ന് പതുക്കെ പോ. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അമ്മച്ചി. ഞാൻ കണ്ണു കെട്ടി വണ്ടി ഓടിച്ചാലും പുഷ്പം പോലെ പോയിന്റിലെത്തും. എന്റെ ഈശ്വര, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ ഒന്ന് പതുക്കെ പോവാൻ. അങ്ങേര് റോങ് സൈഡ് ആയിരുന്നു. നീയൊന്നും ചെല്ലിനടുത്ത് കെട്ടിപ്പിടിക്കില്ലടാ. ഈ പാവം പോയിക്കോട്ടെ. എത്ര പാവല്ലടാ, അഹങ്കാരിനെ എഴുതി വെക്കടാ. പറ്റിയോ? ഇനി ഈ ഓട്ടോറിക്ഷക്കാർക്ക് ആളെ കൊല്ലാൻ ഗവൺമെന്റ് വല്ല ഓർഡറും കൊടുത്തിട്ടുണ്ടാവോ? ജ്യേഷ്ഠ, ഈ കുറുപ്പ് മാസ്റ്റർ വീട് എവിടെയാ? ഒറിജിനൽ വീടാണോ അതോ? വീടും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടോ? അതെ, മാഷിന് രണ്ടു ഭാര്യമാരാ. ഒന്ന് കുഞ്ഞലക്ഷ്മി ടീച്ചർ, പിന്നെ സരസ്വതി അമ്മ. ആർക്കാ മാഷിന്റെ അടുത്ത് കൂടുതൽ സ്വാധീനം? അത് രണ്ടു പേർക്ക് ഒരുപോലെയാ. ഇവിടുന്ന് ഏറ്റവും അടുത്തുള്ള വീടേതാ? ഈ വളവ തിരിഞ്ഞ് രണ്ടാമത് കാണുന്ന വീടാ. അതാ ഒറിജിനൽ? അവിടെ ടീച്ചർ. വളരെ ഉപകാരം ചേട്ടാ. നിനക്ക് സ്ഥലം മനസ്സിലായടാ? സ്ഥലവും മനസ്സിലായി, ആളിന്റെ സ്വഭാവവും മനസ്സിലായി. താൻ വലിയ വക്കാലത്തൊന്നും പറയണ്ട. 10 പൈസ ഞാൻ കൊടുക്കില്ല. അങ്ങനെ വാശി പിടിക്കരുത്. കുറുപ്പ് വാശി പൈസക്കും വേണ്ടി നെട്ടോട്ടും വെട്ടോട്ടും ഓടുന്നുണ്ടില്ലേ? ഒരു പെൺകുട്ടിയുടെ നിക്കാഹിന്റെ കാര്യല്ലേ? ഒന്നുമില്ലെങ്കിൽ തനിക്കിതിന് എന്ത് കമ്മീഷൻ കിട്ടും? പറച്ചോനെ കമ്മീഷനോ? നമ്മൾ അമ്മുക്കുഞ്ഞിന്റെ കാര്യത്തിനോ? തന്നെ എനിക്ക് അറിഞ്ഞുകൂടേടോ. നിർത്ത്. കുറുപ്പ് മാസ്റ്റർ വീടല്ലേ ഇത്? തന്നെയാ. കുഞ്ഞലക്ഷ്മി ടീച്ചറല്ലേ? അതെ. ഞാൻ പറഞ്ഞില്ലേ എത്ര കറക്റ്റ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചെന്ന് നോക്കി. കുറുപ്പ് മാഷല്ലേ? നമ്മള് ഫിയോണാണ്, അന്ത്രു. അല്ല, മനസ്സിലായില്ല. എന്റെ പേര് സുഭദ്ര. ഇതെന്റെ മകളാ രാധിക. BEd പാസ്സായതാ. ഞാൻ മണികണ്ഠൻ, ഈ ഓട്ടോയുടെ ഓണർ കം ഡ്രൈവറാ. ഇവളുടെ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി മാഷെ ഒന്ന് കാണാൻ. എവിടുന്നാ? വലിയ പോയിക്കില്ലേ? സുധാകർ വർമ്മ അദ്ദേഹത്തിന്റെ. അതെ. അകത്തേക്ക് വരൂ. വരൂ. നീ അവിടെ ഒന്നാ മതി. വരൂ. അവരൊരു മൂസേട്ട. ചുമ്മാതല്ല, മാഷ് വേറെ കെട്ടിയത്. അതാ മാഷ് വരുന്നത്. എടേ
അത് ശരി. ഈ പാവം പോയിക്കോട്ടെ. ശരിയാക്കി തരാം. ഈ പാവം പോയിക്കോട്ടെ നിന്ന് വണ്ടിയിൽ വന്ന ആരാ? താനാ? ഞാനല്ല, പിന്നെ ഈ ശവപ്പെട്ടിൽ വന്നല്ലോ അവിടെ പോയി. അവരുടെ അകത്തേക്ക് പോയിരിക്കാം. അവരൊന്നും ഞാൻ ശരിയാക്കി തരാം. ഞാൻ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. നീ ഇവിടെ വാടാ. നീ ആരാ? ഞാൻ ഈ വണ്ടിയുടെ എന്നെ വണ്ടി ഇടിച്ച് കൊല്ലം പറഞ്ഞയച്ച ആരാടാ? അയ്യോ, ആരും പറഞ്ഞയച്ചല്ല. അപ്പൊ നീ സ്വയം തീരുമാനിച്ചാ? എനിക്ക് ഒരുപാട് ശത്രുക്കളുള്ള സമയം. അത് ഒരു ജോലി കിട്ടാൻ വേണ്ടി എന്നെ കൊന്ന നിനക്ക് ജോലി കിട്ടുന്ന ആരാ പറഞ്ഞേ? അതല്ല മാഷെ, ഇനി മേലെ ഞാൻ മാഷെ വണ്ടി ഇടിക്കില്ല, സത്യം. നീ നേർച്ച നേർന്നിട്ട് ഇറങ്ങിയിരിക്കുക. ഇത്ര താനെന്താണോ കുന്തം വഴിക്ക് വന്നിരിക്കുന്നു? ഒന്നങ്ങോട്ട് പിടിച്ച് സത്യം ചെയ്തിട്ട് ഞാൻ വിടുള്ളൂ. നീ എന്തിനാ ഇവിടെ പറഞ്ഞേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ പ്ലീസ്. മാഷേ, ഇവര് അങ്ങോട്ട് വന്നതാ. നമ്മുടെ മറ്റേ കോഴിക്കല് ഏത് കോഴിക്കല ആളാവോ ഇപ്പൊ ഇവര് മാഷ കാണാൻ വന്നതാണെന്നേ. എനിക്ക് ആരും കാണണ്ട. ഈ കുട്ടിക്ക് നമ്മുടെ സ്കൂളിലൊരു ജോലി. ഇവന്റെ വണ്ടിയിൽ വന്ന ആർക്കും ഞാൻ ജോലി കൊടുക്കുന്ന പ്രശ്നമല്ലേ? എനിക്ക് വയ്യ. നീ എന്താ ഈ കളി നോക്കിട്ട്? നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഞാൻ നിന്നെ അങ്ങോട്ട് കൊന്നപ്പം എന്താണ്ടാവുക? കുറച്ച് ദിവസം ഞാൻ ജയിലിൽ പോകണം. നല്ല പോത്തിനോട് വേറെ നോക്കിയിട്ട് എന്ത് കാര്യം? നീ വേഗം പോയിക്കോ. ആകെ ഭ്രാന്ത് കളിയിരിക്കാം. ചില വേഗം വാ, എനിക്ക് തോന്നുന്ന വയ്യ. അമ്മച്ചി പാ. അമ്മച്ചി നിന്നേ ഒന്ന് പറയട്ടെ. അമ്മച്ചി കേറ്. ഇതുവരെ ഓടിയാൻ എത്രയാ? അപ്പൊ കോഴിക്കലേക്ക് തിരിച്ചു പോണ്ടേ? വേണ്ട, നിന്റെ വണ്ടിയിൽ ഇനി ഞങ്ങളില്ല. അമ്മച്ചി ഒന്നും പറയണ്ട. നിന്റെ വണ്ടി കയറിയ ഒറ്റ കാരണം കൊണ്ടാ എന്റെ കുട്ടിക്ക് ഈ ജോലി കിട്ടാതെ പോയത്. അമ്മേ, മണിയണ്ണനെ എന്തിനാ പറയണേ? എനിക്ക് വിധിയില്ലാന്ന് കൂട്ടിയാ മതി. വിധിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, നിഷേധനം കൊണ്ടാ, ഇവന്റെ നെഗളിപ്പുണ്ട്. അയ്യോ, അങ്ങനെ പറയരുത് അമ്മച്ചി. രാധിക കുട്ടിക്ക് ഒരു നല്ല കാലം വരണമെന്നാ എന്റെയും പ്രാർത്ഥന. ഒന്നുമില്ലെങ്കിൽ കോഴിക്കല ഉപ്പും ചോറും കുറെ നാൾ ഞാനും. വേണ്ട വേണ്ട വേണ്ട, നന്ദിയുടെയും കടപ്പാടിന്റെ കാര്യം ഒന്നും ആവർത്തിക്കണ്ട. ഇനി നിന്നെ ആ പടിപ്പുറ മുറ്റത്ത് കണ്ടുപോരുത്. മോളെ വാ, വാ മോളെ, നമുക്ക് വേറെ വണ്ടി പോയി. അയ്യോ അമ്മച്ചി, ഒരു ജോലിക്ക് വേണ്ടി തെണ്ടി നടക്കുന്നതിന്റെ വിഷമം നല്ലതുപോലെ അനുഭവിച്ചിട്ടുള്ള ആളാ ഞാനും. ഞാൻ കാരണമാണ് രാധിക കുട്ടിക്ക് ജോലി കിട്ടാതെ പോയതെങ്കിൽ അതിനുള്ള പരിഹാരവും ഞാൻ തന്നെ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ എന്റെയും എന്റെ വണ്ടിയുടെയും പേര് മണികണ്ഠൻ എന്നല്ല. ഇത് സത്യം സത്യം സത്യം. എന്ത് പരിഹാരം ഉണ്ടാക്കാനാ? ഇനി വീട്ടുമുറ്റത്ത് കയറാൻ പറ്റുമോ? മാഷിന് വീട്ടുമുറ്റം ഒന്നുമില്ലല്ലോ, രണ്ടില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഒക്കെ മനസ്സിലാക്കി തരാം. അമ്മച്ചി കയറ്. മോള് വാ. ഓ മണിയണ്ട, അമ്മച്ചി ഫുള്ളല്ല. സോറി. എന്ത് ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത്? എന്തേ? മടി കയറി വന്ന മഹാലക്ഷ്മി ആരെങ്കിലും വേണ്ടാന്ന് വെക്കൂ? ഇത്രയും കാലമായി സ്കൂൾ ആ ടീച്ചറുടെ കയ്യിലല്ലേ? ഈ കുട്ടി അവിടെ ടീച്ചറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാലക്രമേണ സ്കൂൾ നിങ്ങളുടെ കയ്യിലേക്ക് വരും. അതെങ്ങനെ? ഇതാണ് ചിന്തിക്കണം എന്ന് പറയുന്നത്. വലിയ കോഴിക്കുന്ന ഒരു തമ്പുരാട്ടി കുട്ടിയെ നമ്മുടെ കൃഷ്ണൻകുട്ടി കല്യാണം കഴിച്ചാലെന്താ? കഴിക്കോ? അതിനവര് സമ്മതിക്കോ? ആര്? അവരുടെ ബന്ധുക്കള്. അക്കാരൊക്കെ ഇങ്ങോട്ട് പിടി. ഇങ്ങള് എങ്ങനെങ്കിലും കുറുപ്പ് മാഷെ കൊണ്ട് ആ കുട്ടിക്ക് ഒരു വേക്കൻസി ശരിയായി കൊടുക്കി. ഞാൻ നോക്കട്ടെ. നോക്കിയാ പോരാ, നടത്തണം. ഇക്കാര്യം എങ്ങനെ ആ ടീച്ചർ അറിഞ്ഞ ആ പെണ്ണിനവിടെ ജോലിയും കൊടുക്കും, അവരുടെ മോനെ കൊണ്ട് അവളെ കെട്ടിക്കും ചെയ്യും. നോക്കിക്കോ. ഇല്ല, അതിനെ ഞാൻ സമ്മതിക്കില്ല. എന്നാവാ മണിയണ്ട, ആ പിയൂണ് നീ കൂടി എന്താ കുശുഷിത്തത്? ഒന്നുമില്ല അമ്മച്ചി. അത് പിന്നെ എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും രാധിക കുട്ടിക്ക് ജോലി ശരിപ്പെടുത്തി കൊടുത്തിരിക്കണമെന്ന് ഞാൻ അയാളെ ചട്ടം കെട്ടിയതാ. എനിക്കെന്തോ അയാളുടെ മോഹം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അതാ മോന്തയുടെ കുഴപ്പമാ, അയാളുടെ അല്ല. അമ്മച്ചി ധൈര്യമായിരിക്കണം. ഞാനല്ലേ പറയുന്നത്. അന്ത്രൂന്റെ വഴി മാത്രമല്ല, വേറെ പല വഴികളും ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. ദേ, നിന്റെ കൊനസ്റ്റ് പണികളൊന്നും ചെയ്ത് ഞങ്ങളുടെ മാനം കളയരുത്. ജോലി കിട്ടിയില്ലെന്ന് വെച്ചാ കിട്ടിയില്ലെന്നേ ഉള്ളൂ. മാനം പോയാലേ പിന്നെ വാങ്ങാൻ കിട്ടില്ല. അമ്മച്ചി, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ലക്ഷ്യം രാധിക കുട്ടിക്ക് ആ ജോലി വാങ്ങി കൊടുക്കണമെന്നുള്ളതാണ്. അനുഗ്രഹിക്കണേ മണികണ്ഠ. ദാ. ഈ മണി വേണ്ട. ടീച്ചറെ, ഓ, താനായിരുന്നു. ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. അറിയാതെ ഒരു കയ്യബദ്ധം പറ്റി. അതിന് മാഷ് എന്നെ എത്ര വേണമെങ്കിലും ശിക്ഷിച്ചോട്ടെ. ആ സുഭദ്രാമച്ചിയും രാധികയും വെറും പാവത്തുങ്ങളാ. ഞാൻ കാരണം ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടാതെ പോകുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്നോട് ഒന്ന് പറയുന്നത് എന്തിനാ? ടീച്ചറുടെ മനസ്സ് കളങ്കമില്ലാത്ത ഒരു പളുങ്കുപാത്രം പോലെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട്
മാഷ്ടെ മറ്റേ വീട്ടിൽ ചെന്ന് വിവരങ്ങൾ പറയാൻ ആ പ്യൂൺ എന്നോട് പറഞ്ഞതാ. സരസ്വതിയോടോ? ആ അവര് മാഷോട് പറഞ്ഞ മാഷ് ആ കുട്ടിക്ക് ജോലി കൊടുക്കൂത്രേ. പക്ഷെ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എത്രയായാലും ടീച്ചർ പറയും പോലെ വരില്ലല്ലോ. മാത്രമല്ല അവരുടെ മകനെ കൊണ്ട് രാധിയെ കുട്ടിയെ വിവാഹം കഴിപ്പിക്കാനും അവർക്കൊരു മോഹമുണ്ട്. വലിയ കോയിക്കലെ കുട്ടി മാഷ്ടെ മരുമകളായി വരികയെന്ന് പറയുന്നത് ഒരു അന്തസ്സല്ലേ? അതിന് മാഷക്ക് അവൻ മാത്രമല്ല മകനായിട്ടുള്ളത്. അതാ ഞാനും പറയണത്. ഏതായാലും നീ ഇത് എന്നോട് വന്ന് പറഞ്ഞത് നന്നായി. എന്നെ തോപ്പിച്ചിട്ട് അവൾ അങ്ങനെ ആളാവണ്ട. ആ കുട്ടിക്ക് ജോലി ഞാൻ വാങ്ങിച്ചു കൊടുക്കും. മാധവൻ കുട്ടിക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. എന്താ? ആ ആ